ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ നോമ്പ് 3-ന്റെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നത്തെ പോലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് കൂവ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കൂവ കാച്ചുന്നത് അത് തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് തരി എന്നും വലിയൊരു ഇഷ്ടമില്ല, അപ്പോൾ അങ്ങനെ മാറി മാറി ഉണ്ടാക്കും. പിന്നെ ഞാൻ 2 പഴം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് നാശമായി പോകൂലേ, അപ്പോൾ കുറച്ച് പഴംപൊരി ആക്കാം, പിന്നെ കുറച്ച് ചിക്കൻ റോളും ഉണ്ടാക്കാം, അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഴംപൊരിക്ക് മാവൊക്കെ കൂട്ടി വെക്കാണ്. ഇവിടെ എനിക്കും മോനുമാണ് പഴംപൊരി ഭയങ്കര ഇഷ്ടം കേട്ടോ, അവൻ്റെ ഫേവറേറ്റ് ആണ് പഴംപൊരി. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ നീനു ഇത് കഴിക്കൂല. പിന്നെ പത്തുവിന് ഇന്ന് നോമ്പുണ്ട്, അവളോട് എന്താണ് സ്നാക്സ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചിക്കൻ റോൾ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോമ്പെടുത്തപ്പോഴും പറഞ്ഞു, അപ്പോൾ നീനു പറഞ്ഞു എനിക്ക് കട്ട്ലറ്റ് വേണം. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തർ ഇഷ്ടമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് പത്തിരിക്ക് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്, കൂവ കാച്ചാൻ ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പത്തിരിപ്പൊടിക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടി വെക്കണം. എന്നാൽ പിന്നെ നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അതൊന്ന് ചൂടാറി നമുക്ക് കുഴച്ച് ആക്കി അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാമല്ലോ. പത്തിരി ചുടുന്നതും പത്തിരി കുഴക്കുന്നതും അതിൻ്റെ പാകങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കാണാം കേട്ടോ, അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അതിങ്ങനെ വാട്ടി കുഴച്ച് റെഡിയാക്കി അത് പരത്തിയെടുക്കുക, അതാണ് കേട്ടോ പത്തിരി. പിന്നെ ഞാൻ കൂവ ഒന്ന് കലക്കിയിട്ട് വേണമല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് പാലും ചേർത്ത് കൊടുക്കും, പിന്നെ ഒരു നുള്ളുപ്പും ഏലക്കാപ്പൊടി ഇടുമല്ലോ കേട്ടോ. നമുക്ക് ചൂടാണല്ലോ, ഇപ്പോൾ ശരീരം ചൂടാവുന്ന സാധനങ്ങളാണല്ലോ ഈ ഏലക്കാപ്പൊടിയൊക്കെ, അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മധുരം ഇടാത്ത കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് മധുരമാകുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് വരിക. പിന്നെ അതാ ഞാൻ പഴമൊക്കെ ഒന്നിങ്ങനെ സ്ലൈഡ്സ് ആക്കിയിട്ട് എടുക്കുകയാണ്, കാരണം പഴംപൊരി ഉണ്ടാക്കാനാണ്. നമ്മൾ സ്നാക്സിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വേഗം ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ റോളിനുള്ള സാധനങ്ങളും വേഗം തന്നെ റെഡിയാക്കാണ്. എന്നാൽ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ അങ്ങനെ ചെയ്തെടുക്കാമല്ല, ഒരു പണിക്ക് അങ്ങനെ അവിടെ നിൽക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പത്തിരിപ്പണി, കറി ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവും എന്തായാലും അല്ലേ. പിന്നെ ഇതാ നമ്മൾ ചിക്കൻ റോളിന് വേണ്ടിയിട്ട് നമ്മളെ ചോപ്പറിലേക്ക് പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുൻപത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാം ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നിച്ച് തന്നെ ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. മസാല ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ഇഷ്ടമുള്ള മസാല നമുക്ക് ആക്കാമല്ലോ, ഏത് തരം വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലിങ്ങനെ ഇൻക്ലൂഡ് ആക്കുന്നതേ ഉള്ളൂ. ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും സ്നാക്സിൻ്റെയോ കറികളുടെയോ എന്തിൻ്റെ ആയാലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതാ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനും കൂടി ഉണ്ട്, അതും അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കും. നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാളയൊക്കെ തട്ടി കൊടുത്തതിന് ശേഷം അതേ ചോപ്പറിൽ തന്നെയാണ് ചിക്കനൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ പത്തും നീനും കൂടി ഒന്ന് കടയിൽ പോയിരുന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയതാണ്. കുറച്ച് ഫ്രൂട്ട്സും വാങ്ങേണ്ടിയിരുന്നു, പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എന്തെങ്കിലും തീർന്നതുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാനുണ്ടെങ്കിൽ ഇവരങ്ങനെ പോയിട്ട് വാങ്ങിയിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്കും ചിക്കൻ റോളിനുള്ള ദോശ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചുട്ടെടുക്കുക. നമ്മൾ മൈദ എടുക്കുമ്പോൾ കുറച്ച് കോൺഫ്ലവറും ഒരു എഗ്ഗും കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ ചിക്കൻ റോളിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര നൈസ് ദോശയായിരിക്കും, നല്ല സോഫ്റ്റ് ചിക്കൻ റോളും ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ റോൾ കഴിക്കാൻ. വലിയൊരു മടുപ്പുണ്ടാവില്ല. നമുക്ക് കുറച്ച് കട്ടിയിലുള്ള ദോശയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒന്നൊക്കെ കഴിക്കുമ്പോഴേക്കും വേഗം വയറ് ഫില്ലാവുമല്ലോ. അപ്പോൾ ഒരു 1-2 കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളും ആകുമ്പോൾ
നമുക്ക് എത്ര വേണമെങ്കിലും ഇത് കഴിക്കാൻ തോന്നും. കാരണം നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇതാ മീന് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആവാമല്ലോ. അവള് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു വെക്കുന്ന ആ ഒരു ഇടയിൽ നമുക്ക് നമ്മളെ കാര്യങ്ങളുണ്ടല്ലോ. അതാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്നാക്സിന്റെ പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പത്തിരിയും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് കേട്ടോ സ്നാക്സിന്റെ പരിപാടി നോക്കുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി വെക്കും. പിന്നെ പത്തിരിയും കറിയും റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ സ്നാക്സ് റെഡിയാക്കാനും അത് ഫ്രൈ ചെയ്യാനും ഒക്കെ നിൽക്കുന്നത്. പിന്നെ ഇതാ നമ്മളെ ചിക്കൻ റോളും ഇവിടെ റെഡിയായി തുടങ്ങി. നോമ്പ് തുറക്കാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എല്ലാ സാധനങ്ങളും ടേബിളിലേക്ക് ഞാനും കുട്ടികളും എല്ലാവരും കൂടി എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ മക്കളെയും കൂടി കൂട്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. കാരണം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് ആകെ ക്ഷീണാവുമല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിനും അവരെയും കൂടി കൂടെ കൂട്ടിയാൽ അവർക്ക് നല്ലൊരു ഉഷാറായിരിക്കും എല്ലാം ചെയ്തു തരാനും. അത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു അറിവും അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെയായിരുന്നു മൂന്നാമത്തെ നോമ്പും. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പത്തിരിയും കറിയൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.